കഥയെ ആരംഭിക്കുന്നത് നജ്മ എന്നു പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മുസ്ലിമായ നജ്മ ഇസ്ലാമിക ആചാരങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന യുവതിയായിരുന്നു. പക്ഷേ നജ്മയുടെ ജീവിതം ഇപ്പോൾ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ അവൾ ഏകാഗിയാണ്. ഒറ്റപ്പെട്ട് ദിവസങ്ങൾ മുമ്പോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ടുള്ള ആ ജീവിതം ഏകദേശം 1.5 മാസക്കാലം പിന്നിട്ടിരിക്കുന്നു. 1.5 മാസത്തിനു മുമ്പുള്ള ചില സംഭവങ്ങളായിരുന്നു അതിലേക്ക് വഴിവെച്ചതും. വൈകാതെ അതെന്താണെന്ന് വ്യക്തമായി. നജ്മയുടെ വിവാഹം. അൻവർ എന്ന പേരുള്ള സുമുഖനായ ഒരു പയ്യൻ നജ്മയെ വിവാഹം ചെയ്തു. നജ്മയും ഏറെ സന്തോഷത്തോടെയായിരുന്നു അൻവറിനെ വിവാഹം കഴിച്ചത്. ജീവിതത്തിൽ അവളേറെ സന്തോഷിച്ച ദിവസങ്ങൾ. പക്ഷേ വിവാഹ ജീവിതം ഒരാഴ്ചയിലധികം നീണ്ടുനിന്നില്ല. അൻവർ മരണപ്പെട്ടു. ഭർത്താവിന്റെ മരണത്തോടെ ഇരിക്കേണ്ട ആവശ്യകത നജ്മയ്ക്ക് വന്നു. അങ്ങനെയാണിപ്പോൾ നജ്മ ഒറ്റപ്പെട്ട് ആ വീട്ടിൽ കഴിയുന്നത്. നജ്മയുടെ അമ്മായച്ചനും അമ്മായിയമ്മയും എവിടെയോ പോയിരിക്കുകയായിരുന്നു. കർഫ്യൂ ആയതുകൊണ്ട്, സ്ട്രൈക്ക് ആയതുകൊണ്ട് അവർക്ക് തിരികെ എത്താൻ സാധിച്ചിട്ടില്ല. നജ്മ പൂർണ്ണമായി വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. സ്വപ്നം കണ്ട ജീവിതം കൺമുമ്പിൽ ഇല്ലാതായി. തൊട്ടു പിന്നാലെ ഏകാന്ത തടവ് പോലുള്ള ജീവിതം. നജ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം തന്നെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണ് ഒരു സംഭവം നടന്നത്. നജ്മയുടെ വീടിന്റെ വാതിലിൽ വല്ലാതെ മുട്ടുകേൾക്കാൻ തുടങ്ങി. ഉറങ്ങാൻ കിടന്നിരുന്ന നജ്മ എഴുന്നേറ്റു. ഹിജാബ് ചുറ്റി. ആരായിരിക്കും ഈ നേരത്ത് എന്നൊരു ഭയം നജ്മയ്ക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. നജ്മ വാതിലിന്റെ അടുത്തേക്ക് വന്നു. നിക്കാബ് ധരിച്ച് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അപരിചിതനായ ഒരു യുവാവ്. ആളുടെ ശരീരത്തിൽ കത്തിക്കുത്തേറ്റ പരിക്കൊക്കെയുണ്ട്. വെള്ളം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നജ്മ പറഞ്ഞു, എനിക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല. താങ്കളെ ഇപ്പോൾ സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല. അടുത്തുള്ള വീടുകളിൽ എവിടെയെങ്കിലും പോയി സഹായം ചോദിക്കൂ. ഞാൻ ഇത്തയിലാണ്. പക്ഷെ അയാൾ വല്ലാതെ അവശനായിരുന്നു. തൊട്ടുപുറകെ അയാൾ ബോധരഹിതനാവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞതും നജ്മയുടെ വീടിന്റെ മുമ്പിൽ പോലീസ് എത്തി. നജ്മയ്ക്കടുക്കലെത്തി പോലീസ് ചോദിച്ചു, ഈ വഴി പരിക്കേറ്റ ഒരാൾ വന്നിരുന്നോ? ഇല്ലെന്ന് നജ്മ അവരോട് കളവ് പറഞ്ഞു. സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും അവിടെ കണ്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോയി. നജ്മ വാതിലടച്ച് അകത്തേക്ക് കടന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് പരിക്കേറ്റിരുന്ന ആ യുവാവിനെ പോലീസ് എത്തുന്നതിന് മുമ്പേ നജ്മ വീടിനകത്തേക്ക് കയറ്റിയിരുന്നു. അപരിചിതനായ ഒരു യുവാവ്, അതും പോലീസൊക്കെ അന്വേഷിച്ചു വരുന്ന യുവാവ്. നജ്മക്ക് ഭയം തോന്നി. പക്ഷേ എല്ലാത്തിലും വലുത് അയാൾ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. നജ്മ അയാൾക്ക് വെള്ളം കൊടുത്തു. അയാളുടെ മുറിവുകൾ ട്രീറ്റ് ചെയ്തു. നജ്മ ഒരു നഴ്സായിരുന്നു. 6 മാസക്കാലം ജോലിയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു വിവാഹം. ആ എക്സ്പീരിയൻസ് വെച്ച് പരിക്കേറ്റിരുന്ന ആ വ്യക്തിയെ നജ്മ സഹായിച്ചു, പരിചരിച്ചു. അയാളുടെ മുറിവിൽ സ്റ്റിച്ച് ഇട്ടു. പിന്നെ അയാൾ ഉണരാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. പുലർച്ചെയായ ശേഷമായിരുന്നു അയാൾ ഉണർന്നത്. അവിടെ നിന്നിരുന്ന നജ്മയെ അയാൾ നോക്കിക്കണ്ടു. നജ്മ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ മുറിവുകളൊക്കെ ഞാൻ തുന്നിക്കെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഷർട്ടിൽ മുഴുവൻ ആകെ രക്തമായിരുന്നു. അത് ഞാൻ വെട്ടിമാറ്റി. നിങ്ങളുടെ അടുത്ത് മറ്റൊരു ഷർട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതെടുത്ത് ധരിക്കാം. ആ അപരിചിതൻ ആ ഷർട്ട് എടുത്ത് ധരിച്ചു. തന്റെ ജീവൻ രക്ഷിച്ചതിന് നജ്മയ്ക്ക് നന്ദി പറഞ്ഞ അയാൾ താൻ പോകുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. നജ്മ പെട്ടെന്ന് അയാളെ തടഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പോവരുത്. നിങ്ങളിപ്പോ പുറത്തേക്കിറങ്ങിയാൽ അടുത്തുള്ള വീട്ടുകാർ കാണും. അവരെന്നെ പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. കഴിയുമെങ്കിൽ പകലിവിടെ തുടർന്നിട്ട് രാത്രിയാകുമ്പോൾ പോകാമോ? അത് കേട്ടതും ആ അപരിചിതൻ ചോദിച്ചു, എന്താടോ ഇത്? നിങ്ങൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? ഞാനാണെങ്കിൽ ഒരു അപരിചിതനും. നിങ്ങളുടെ മേല് ഞാൻ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കാണിച്ചാലോ? ഉടൻ നജ്മ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് തയ്യലിട്ട കൈയും കൊണ്ട് നിങ്ങളെ തല്ലാനും എനിക്കധികം നേരം വേണ്ടിവരില്ല. പിന്നാലെ അയാൾ നജ്മയോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ വീടല്ലേ? നിങ്ങൾ എന്നിട്ട് എന്തിനാ വീടിന്റെ അകത്തും ബുർക്കയിട്ടുകൊണ്ടിരിക്കുന്നേ? നജ്മ പറഞ്ഞു, ഞാനിപ്പോൾ ഇതാ കാലയളവിലാണ്. ഈ സമയത്ത് അന്യപുരുഷന്മാരെ കാണാനോ മുഖത്തു നോക്കാനോ പാടില്ല. ഉടൻ അയാൾ ചോദിച്ചു, ഓഹോ അങ്ങനാണോ? ആ, നിങ്ങൾക്കല്ലേ എന്നെ കാണാൻ പാടില്ലാത്തതുള്ളൂ. എനിക്ക് നിങ്ങളെ കാണാലോ. അങ്ങനല്ല, ഈ കാലയളവിൽ എനിക്കൊരു അന്യപുരുഷനെയും കാണാൻ പാടില്ല. ഒരു അന്യപുരുഷന് എന്നെയും കാണാൻ പാടില്ല. 4 മാസം 10 ദിവസം ഞാൻ അനുഷ്ഠിക്കണം. ഓഹോ, അപ്പൊ 4 മാസം കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ് എനിക്കിഷ്ടമുണ്ടെങ്കിൽ എന്റെ കുടുംബം എനിക്ക് മറ്റൊരു വിവാഹം നടത്തും. നജ്മ അവിടെ നിന്ന് മാറി. പിന്നാലെ ഭക്ഷണമുണ്ടാക്കാൻ ആരംഭിച്ചു. വൈകാതെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. അപരിചിതന് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം നജ്മ കൊണ്ടുകൊടുത്തു. നിക്കാബ് മാറ്റിയാണല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അപരിചിതന്റെ മുമ്പിൽ തന്റെ മുഖം കാണിക്കാതെ തിരിഞ്ഞിരുന്നിട്ടായിരുന്നു നജ്മ ഭക്ഷണം കഴിച്ചത്. ഇതേപ്പറ്റി പൂർണ്ണമായും അപരിചിതന് മനസ്സിലായിരുന്നില്ല. അയാൾക്കാണെങ്കിൽ ഈ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യവുമില്ല. നിങ്ങളുടെ ഭർത്താവിന് എന്തു പറ്റിയതാ? ആ അപരിചിതൻ ചോദിച്ചു. നജ്മ പറഞ്ഞു, നോക്ക്, എന്റെ മേൽ സഹതാപം കാട്ടി ആരും എന്നോട്
എന്നോട് സംസാരിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനർത്ഥം ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമെന്നൊന്നുമല്ല. നെജ്മ പിന്നാലെ ആ അപരിചിതനോട് ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെയാ ഈ കത്തിക്കുത്തേറ്റത്, പരിക്കേറ്റത്? പക്ഷെ അയാൾ പറഞ്ഞു, എന്നെ ചികിത്സിച്ചെന്ന് വെച്ച് ആ ഡോക്ടറോടും ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളോ നടന്ന കാര്യങ്ങളോ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരും പരസ്പരം ആ കാര്യങ്ങൾ സംസാരിക്കാതെ ഈഗോ കാണിച്ചിരുന്നു. പക്ഷേ ഒരു വീട്ടിൽ തനിയെ രണ്ടുപേർ മാത്രമുള്ളപ്പോൾ പരസ്പരം സംസാരിക്കാതെ എങ്ങനെയിരിക്കും? ഈഗോ പതിയെ മാഞ്ഞു തുടങ്ങി. നെജ്മ പിന്നാലെ തന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് നെജ്മയെന്നാണ്. അപരിചിതനും അയാളുടെ പേര് പറഞ്ഞു. എന്റെ പേര് സൂര്യ എന്നാണ്. അവളുടെ മുഖം കാണാനുള്ള താല്പര്യം സൂര്യ പ്രകടിപ്പിച്ചെങ്കിലും നെജ്മ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾക്കെങ്ങനെയാ പരിക്കേറ്റതെന്ന് നെജ്മ ചോദിച്ചപ്പോ അത്തവണ സൂര്യ കാര്യം പറഞ്ഞു. സൂര്യ ഒരു ഗുണ്ടയൊക്കെയാണ്. അത്തരത്തിലൊരു കാര്യവുമായി പോയപ്പോഴാണ് അയാൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. അത് കേട്ടതോടെ നെജ്മ ഒന്നുകൂടി വല്ലാതായി. നെജ്മയ്ക്കടുത്ത് നെജ്മയുടെ പേഴ്സണൽ കാര്യങ്ങൾ സൂര്യ ചോദിച്ചു പറയാൻ. പക്ഷെ നെജ്മ മടിച്ചു നിന്നു. സൂര്യ പറഞ്ഞു, എന്തായാലും രാത്രി വരെ ഞാനിവിടെ നിൽക്കണം. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചല്ലേ പറ്റൂ. ഈ വീട്ടിലെ ചുവര് പോലെ കരുതി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. അത് കേട്ടതും നെജ്മ പതിയെ തന്റെ കഥ പറയാൻ തുടങ്ങി. 1.5 മാസം മുമ്പായിരുന്നു നെജ്മയുടെയും അൻവറിന്റെയും വിവാഹം. സന്തോഷത്തോടെയുള്ള വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളായിരുന്നു. പക്ഷേ വിവാഹ ജീവിതം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ പുറത്തുപോയ അൻവർ തിരികെ വന്നത് മൃതദേഹമായിട്ടായിരുന്നു. റോഡപകടത്തിൽ അൻവർ കൊല്ലപ്പെട്ടു. അതോടെ നെജ്മയുടെ ജീവിതം തലകീഴ്മേൽ മറഞ്ഞു. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ 4 മാസം 10 ദിവസം ഇത്തയിരിക്കണം. ഇസ്ലാമിക ആചാരമാണ്. കൂട്ടത്തിൽ അൻവർ നല്ലൊരു മനുഷ്യനായിരുന്നെന്നും കൊതിച്ച വിവാഹ ജീവിതം തനിക്കുണ്ടായില്ല എന്നും നെജ്മ പറഞ്ഞു. അൻവറിനെ അവൾക്ക് ഇഷ്ടമായിരുന്നോ എന്ന് സൂര്യ ചോദിച്ചു. എനിക്കറിയില്ലെന്നും അതിനുള്ള സമയമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയില്ല എന്നുമായിരുന്നു അവളുടെ മറുപടി. വൈകാതെ പ്രാർത്ഥനാ സമയമായി. പ്രാർത്ഥിക്കാൻ വേണ്ടി നെജ്മ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. കുറച്ചുനേരം ഖുർആൻ പാരായണം ചെയ്തു. അടുത്ത മുറിയിലിരിക്കുന്നുണ്ടായിരുന്ന സൂര്യയാകട്ടെ ഖുർആനകത്ത് വെച്ചിരുന്ന പണം നോക്കിക്കണ്ടിരുന്നു. സൂര്യ ചോദിച്ചു, എന്താടോ, ദൈവത്തിന് കൈക്കൂലി കൊടുക്കുവാണോ? ഖുർആനിന്റെ ഉള്ളിൽ പണമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇത് കൈക്കൂലിയൊന്നുമല്ല. നെജ്മ മറുപടി പറഞ്ഞു. സൂര്യ സ്വയം ഇരുന്ന് പറയാൻ തുടങ്ങി, എവിടുന്ന്? എല്ലാ മതത്തിലും ഇതൊക്കെ തന്നെയാ. ഇപ്പോ എന്റെ തന്നെ മതം എടുത്തു. വെറുതെ ഈശ്വരനെ കാണാൻ പോയ ക്യൂവിൽ നിന്ന് മണിക്കൂറുകൾ സമയമെടുക്കും. 100 രൂപയായി പോയാലോ അരമണിക്കൂറിൽ കാണാം. അത് 500 രൂപയാണെങ്കിലോ VIP പരിഗണനയോടെ കാണാം. എല്ലായിടത്തും ഈ കൈക്കൂലിയും പൈസയും തന്നെയാ ഭരിക്കുന്നത്. പക്ഷേ നെജ്മ തന്റെ കാര്യത്തിൽ അത് തിരുത്തി പറഞ്ഞു. ഇസ്ലാമിക വിശ്വാസപ്രകാരം ആവശ്യമുള്ളതിൽ അധികം പണമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുള്ളതാണ്. 6 മാസം ഞാൻ നഴ്സിംഗ് ജോലിക്ക് പോയിരുന്നു. അന്ന് കിട്ടിയ ശമ്പളത്തിൽ എന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കി തുകയാണത്. ഇത് സക്കാത്തായി കൊടുക്കണം. അതിനായി എടുത്തു വെച്ചിട്ടുള്ളതാണ്. 6 മാസം ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ എന്റെ വിവാഹം നടന്നു. പിന്നീട് എനിക്ക് ജോലിക്ക് പോവാൻ കഴിഞ്ഞില്ല. അത് കേട്ടതും സൂര്യ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് മനസാക്ഷിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പണമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ നെജ്മ ഇങ്ങനെ തന്നെ ഒരു വീട്ടിലടച്ചിട്ട് ആചാരം ഫോളോ ചെയ്യുന്നത് സൂര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒട്ടും ലോജിക്കലല്ലാത്ത ആചാരത്തെ സൂര്യ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നാലും കഴിഞ്ഞ 1 മാസക്കാലമായി നിങ്ങൾ ഒറ്റയ്ക്ക് തനിയെ ഇങ്ങനെ അടച്ചുപൂട്ടി എങ്ങനെ ജീവിക്കുന്നു? പറയും പോലെ ഒറ്റയ്ക്കാവുന്നതും അതിലെ സമാധാനവും മറ്റൊന്നു തന്നെയാണല്ലേ? നെജ്മ സൂര്യയോട് പറഞ്ഞു. ഏകാന്തത നിങ്ങൾക്ക് ശാന്തതയായിട്ടാണോ തോന്നുന്നത്, സമാധാനമായിട്ടാണോ തോന്നുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. 2 ദിവസം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നെന്ന് ചോദിച്ച നിങ്ങൾക്ക് പറയാൻ മറ്റൊരു കാര്യമുണ്ടാകും. അതിനു മുമ്പത്തെ ദിവസത്തെപ്പറ്റി ചോദിച്ച മറ്റൊന്നുണ്ടാകും. പക്ഷേ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ച എനിക്ക് പറയാൻ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അച്ചല് വാർത്ത പോലെയാണ് എന്റെ ജീവിതം മുമ്പോട്ടേക്ക് പോകുന്നത്. ഇവിടെ എനിക്ക് സംസാരിക്കാൻ പോലും ആരുമില്ല. ഏകാന്തത എന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയൊരു ശിക്ഷയാണ്. അത് പറയുമ്പോൾ നെജ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സൂര്യ ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവിതം ത്യജിക്കുന്നത്? ഇങ്ങനെ വീടിനുള്ളിൽ അടഞ്ഞു കിടക്കുന്നത്? പുറത്തിറങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്തൂടെ? നെജ്മ പറഞ്ഞു. ഓരോ മതങ്ങളിലും അവരവരുടേതായ ആചാരങ്ങൾ കാണും. എല്ലാ സ്ത്രീകളും അത് ഫോളോ ചെയ്യുന്നുമുണ്ടാകും. കൂട്ടത്തിൽ നമ്മൾ മാറി നടന്നാൽ നമ്മൾ ഒറ്റപ്പെടും. നമ്മളും ആചാരങ്ങൾ ഫോളോ ചെയ്താലോ സമൂഹത്തിൽ നമ്മൾക്ക് ബഹുമാനം ലഭിക്കും. അത് കേട്ടതും സൂര്യ നെജ്മയോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞപ്പോ ഞാനൊരു അനാഥനാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് സത്യമല്ല. എനിക്ക് അമ്മയുണ്ടായിരുന്നു. എന്റെ അമ്മ ഒരു വേശ്യയായിരുന്നു. അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. ഞാനിത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചേനെ, മറ്റൊരു രീതിയിൽ കണ്ടേനെ. എന്റെ ചുറ്റിലുമുള്ളവർ എന്നെ ഓരോ പേരുകളിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കാറില്ല. എന്റെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് പുറത്തു വരാൻ നോക്കിയ ആളാണ്. പക്ഷേ സമൂഹം അവരെ അതിന് അനുവദിച്ചില്ല. അവർക്ക് വീണ്ടും അവർ എവിടെ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചോ അങ്ങോട്ടേക്ക് തന്നെ തിരികെ പോവേണ്ടി വന്നു. മറ്റുള്ളവരെ പറ്റി ഓർത്ത്
നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. അവരുടെ വാക്കുകൾ, അവർ തരുന്ന ബഹുമാനം ഒന്നുമായിരിക്കരുത് നമ്മളെ നിർവചിക്കേണ്ടത്. നമ്മൾ എന്താണോ, നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. നിങ്ങളുടെ മതത്തിൽ ആണുങ്ങളും നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ പ്രവർത്തിക്കാറുണ്ടോ? ഭാര്യ മരിച്ചാൽ ഭർത്താവ് പോയി ഇത്തേരിക്കാറുണ്ടോ? നജ്മ മറുപടി പറഞ്ഞു, മതത്തിലെ പുരുഷന്മാരുടെ പേരിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നുമില്ല. അതിനൊരു കാരണവുമുണ്ട്. ആണുങ്ങൾ ഗർഭം ധരിക്കാറില്ലല്ലോ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്. ഇദ്ദേഹിക്കുന്ന 4 മാസത്തിനിടയിൽ ഭർത്താവ് മരിച്ച ആ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അതറിയാൻ സാധിക്കും. മറ്റൊരാൾ ആ സ്ത്രീയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർ ഗർഭിണിയാകുമ്പോൾ കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന കാര്യത്തിൽ സംശയം വരുമല്ലോ. അതുകൊണ്ടാണ് ഈ ആചാരമൊക്കെ ഉണ്ടായതും. സൂര്യയ്ക്ക് പക്ഷേ നജ്മയുടെ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ നഴ്സിംഗ് തന്നെയല്ലേ പഠിച്ചത്? 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പോ ടെക്നോളജി എത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇപ്പോഴും കാലഹരണപ്പെട്ട ആചാരങ്ങൾ എന്തിനു കൊണ്ടു നടക്കുന്നു? നജ്മ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഞാനും എന്റെ ഭർത്താവും ഒരു ദിവസം പോലും ഒന്നായിട്ടില്ല. അവരെന്നെ തൊട്ടിട്ട് പോലുമില്ല. നജ്മയുടെ ഓർമ്മകളിൽ ആ ദിവസങ്ങൾ തെളിഞ്ഞു വന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി നജ്മ ഭർത്താവിന്റെ മുറിയിലേക്കെത്തി. അവർ തമ്മിൽ അന്ന് സംസാരിച്ചു. വിവാഹത്തിന് മുമ്പ് താങ്കളോട് സംസാരിക്കാൻ താങ്കളുടെ അമ്മയ്ക്കെടുക്കൽ ഞാൻ അനുവാദം ചോദിച്ചിരുന്നു. പക്ഷെ അവരതിന് സമ്മതിച്ചില്ല. അന്ന് അൻവർ ചോദിച്ചു, ഇപ്പോ കണ്ടില്ലേ, ഇനി സംസാരിക്കാലോ, എന്നെ ഇഷ്ടമായോ, എനിക്ക് കുറച്ച് സമയം വേണം എന്നായിരുന്നു നജ്മയുടെ മറുപടി. പിന്നാലെ നജ്മ തുടർന്നു, നമ്മളിരുവരും പരിചയപ്പെട്ട് കുറച്ചായിട്ടേയുള്ളൂ. അടുക്കുവാൻ കുറച്ച് സമയം വേണം. പരസ്പരം നമുക്ക് ഇരുവരെയും പറ്റി ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ ഒന്നും അറിയാതെ എങ്ങനെ? നജ്മയുടെ ചോദ്യം അൻവറിന് മനസ്സിലാകുമായിരുന്നു. നീ എപ്പോ ഓക്കെ ആവുന്നോ, എപ്പോ സമ്മതമറിയിക്കുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ ഒന്നാവുകയുള്ളൂ എന്ന് അൻവർ പറഞ്ഞു. എല്ലാം കേട്ടറിഞ്ഞ സൂര്യ സംസാരിച്ചു, ഇങ്ങനൊക്കെ നടന്നിട്ടും പഠിപ്പും അറിവുമൂലം നിങ്ങൾ തന്നെ എന്താ ഇതിനൊക്കെതിരെ പ്രതികരിക്കാതിരുന്നത്? പ്രതികരിച്ച ഇവിടെ എന്ത് സംഭവിക്കാനാണ് എന്നായിരുന്നു നജ്മയുടെ മറുചോദ്യം. സൂര്യ പറയാൻ തുടങ്ങി, എല്ലാ പെണ്ണുങ്ങളും ഇതുപോലാണ്. നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് ആവശ്യപ്പെട്ട് നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി ജീവിക്കാൻ നിങ്ങൾക്കറിയില്ലേ? എപ്പോഴും ആര് തങ്ങളെ മോശം പറയും, ആര് തങ്ങളെ ജഡ്ജ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇങ്ങനെ ആലോചിച്ച് മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് ജീവിച്ച് മരിച്ചു തന്നെ അങ്ങ് പോവും. എന്റെ അമ്മയുടെ അവസ്ഥയും ഏറെക്കുറെ ഇതേപോലൊക്കെ തന്നെയായിരുന്നു. നിങ്ങളെന്താ കൂട്ടിലടച്ച കിളിയാണോ? ആരെങ്കിലും വന്ന് തുറന്നു വിടാൻ കാത്തു നിൽക്കാൻ നിങ്ങൾ തന്നെ വേണം ഇതിന്നൊക്കെ മുക്തമായി പുറത്തേക്ക് പറന്നു പോവാൻ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് എന്നോടെങ്കിലും പറഞ്ഞല്ലോ. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇനിയെങ്കിലും എന്ത് ചെയ്യണം എന്നൊന്ന് ആലോചിക്ക്. അതും പറഞ്ഞ സൂര്യ അവിടെ നിന്ന് മാറി. നജ്മയ്ക്ക് അതൊക്കെ കേട്ട് ദേഷ്യം വന്നെങ്കിലും നജ്മയെ അത് കുറച്ച് ചിന്തകളിലേക്ക് കൂടി കടത്തിവിട്ടു. ദേഷ്യത്തോടെ നജ്മ സൂര്യയുടെ പിന്നാലെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്തിനാണ് ഈ മതങ്ങൾ മനുഷ്യനെ പൂട്ടിയിടുന്നത്? ഏതോ കാലഘട്ടത്തിൽ എഴുതി വെച്ച നിയമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എങ്ങനെ ഒത്തുപോകും? പിന്നാലെ സൂര്യ പറഞ്ഞു, നജ്മ, ഇവിടുത്തെ പ്രശ്നം മതമല്ല, ഇസ്ലാമല്ല. ഇസ്ലാം എന്ത് പറയുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാത്ത മനുഷ്യരാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാര് ഒന്ന് വട്ടം കൂടിയിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ 4 മാസം നിനക്ക് ഈ വീടിനുള്ളിൽ അടച്ചു കിടക്കേണ്ടി വരില്ലായിരുന്നു. നജ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നാലെ നജ്മ ഭക്ഷണമുണ്ടാക്കി സൂര്യക്കും കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞപ്പോ സൂര്യ ഒന്ന് ഉറങ്ങാൻ കിടന്നു. കൂട്ടുകാരന്റെ കോൾ വന്നപ്പോഴായിരുന്നു ഉണർന്നത്. റഫീഖ് എന്ന കൂട്ടുകാരനോട് സൂര്യ സംസാരിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് നജ്മയാകട്ടെ തന്റെ ബന്ധു കൂടിയായ സുഹൃത്തിനോട് സംസാരിക്കുകയാണ്. സൂര്യയുടെ ഒരു ഫോട്ടോ എടുത്ത് സുഹൃത്തിന് നജ്മ അയച്ചു കൊടുത്തിരുന്നു. ഇത്തയനുഷ്ഠിക്കുന്ന അവളുടെ വീട്ടിൽ അങ്ങനെ ഒരു അപരിചിതനായ യുവാവിനെ കണ്ട് കൂട്ടുകാരി അവളോട് സംസാരിച്ചു. അവളുടെ ഇൻലോസ് അതറിഞ്ഞാൽ വലിയ പ്രശ്നമാകും, അവർക്കിതൊന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. തനിക്ക് മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്നും അതിനപ്പുറത്തെ റിലീജിയൻ വരുന്നുള്ളൂ എന്നുമായിരുന്നു നജ്മയുടെ മറുപടി. അവൻ നിന്നെ ഉപദ്രവിച്ചാലോ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നാ സുഹൃത്ത് പറഞ്ഞപ്പോ, ഒരിക്കലുമില്ല, അയാൾ ഇതുവരെ എന്നോട് മോശമായി പെരുമാറിയില്ല, നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത് എന്ന് നജ്മ തിരികെ പറഞ്ഞു. എന്തായാലും സൂക്ഷിക്കാൻ ആ സുഹൃത്ത് മറുപടി കൊടുത്തു. മറുവശത്ത് സൂര്യ റഫീഖിനോട് നജ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നജ്മ ഇദ്ദയിലാണെന്നറിഞ്ഞതും പുറത്താരെങ്കിലും കണ്ട വലിയ പ്രശ്നമാണെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോടാ, ഇല്ലെങ്കിൽ ആ പെണ്ണിന് തന്നെ നാണക്കേടാണ് എന്നൊക്കെ റഫീഖ് സൂര്യയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സൂര്യ പറഞ്ഞു, എന്റെ ജീവൻ രക്ഷിച്ച ആ പെണ്ണിനെ ഞാൻ ഒരിക്കലും ഒരു മോശക്കാരിയാക്കില്ല. അവള് നല്ല ധൈര്യമുള്ള പെണ്ണാണ്. മാത്രമല്ല എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നെ സംബന്ധിച്ച് എന്റെ ജീവൻ രക്ഷിച്ച അവളാണ് ഇപ്പോൾ എന്റെ ദൈവം. ഇതൊക്കെ അപ്പുറത്ത് നിന്ന് നജ്മ കേൾക്കുന്നുണ്ടായിരുന്നു. സൂര്യയുടെ ആ വാക്കുകൾ നജ്മയ്ക്ക് ഒരുപാട് സന്തോഷം നൽകി. പിന്നീട് അങ്ങോട്ടേക്ക് സൗഹൃദം അവർക്കിടയിൽ വളരാൻ തുടങ്ങി. അത്ര നേരം ആചാരങ്ങളെപ്പറ്റിയും മറ്റും പറഞ്ഞ്
ആർഗ്യുമെന്റ്സ് മാത്രമാണ് നടന്നിരുന്നതെങ്കിൽ സൗഹൃദത്തോടെയുള്ള പെരുമാറ്റവും സംസാരവും ഇരുവരുടെയും ഇടയിലേക്ക് കടന്നു വന്നു. ചായ കുടിച്ചിരിക്കുമ്പോ സൂര്യ നെജ്മയോട് ചോദിച്ചു, നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്തു തോന്നുന്നു? നെജ്മ പറഞ്ഞു, നിങ്ങളിവിടെ എത്തിച്ചേർന്നത് എനിക്ക് വലിയ ആശ്വാസമാണ്. ഇത്രനാൾ ഞാൻ വലിയ തടവറയിലെന്ന പോലായിരുന്നു. പക്ഷേ ഇപ്പോ ജീവിതത്തിൽ എല്ലാത്തിനും പരിഹാരം കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഞാനിവിടെ വന്ന കാര്യം അൻവറിന്റെ ഫാമിലി അറിഞ്ഞാൽ എന്താകും? സൂര്യ ചോദിച്ചു. ഒരു 4 മാസം കൂടി വീണ്ടും ഞാൻ ഇതുപോലെ തുടരേണ്ടി വരും. എന്താ ഇത്, സ്കൂളോ? ഒന്നിനു പുറകെ മറ്റൊന്നായി തെറ്റെന്ന് പറഞ്ഞ് ശിക്ഷകൾ നൽകിക്കൊണ്ടിരിക്കാൻ. ഇതൊക്കെയാണ് ആചാരങ്ങൾ. എനിക്ക് എങ്ങനെ അറിയാനാ? ചെയ്യാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു, അത്രയുള്ളൂ. കണ്ണ് ചിമ്മുന്നതിനുള്ളിലാ എല്ലാം മാറി മറഞ്ഞത്. രാവിലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് വൈകുന്നേരം മൃതദേഹമായി തിരികെ വന്നു. കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ആരുമായും അധികം അടുപ്പമില്ല. അൻവറിനെ പോലെയും ഒരുപാട് അറിയില്ല. പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എന്റെ ജീവിതം ഇങ്ങനായി. അൻവറിന്റെ മരണത്തെ ഓർത്ത് വിഷമിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് സൂര്യ നെജ്മയുടെ കുടുംബത്തെ പറ്റി ചോദിക്കുന്നത്. നെജ്മ തന്റെ ഫാമിലിയെ പറ്റി പറയാൻ തുടങ്ങി. നെജ്മയ്ക്ക് വാപ്പയും ഉമ്മയും സഹോദരനുമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വലിയ ഓർത്തഡോക്സ് കുടുംബം. പക്ഷേ നെജ്മയുടെ വാപ്പ ഒരു പഴഞ്ചനായിരുന്നില്ല. +2 കഴിഞ്ഞ സമയത്ത് അവളെ കെട്ടിച്ചുവിടാൻ അവളുടെ ഉമ്മ പറഞ്ഞപ്പോഴും അവളുടെ വാപ്പ അവളോട് ചോദിച്ചത് മോൾക്ക് എന്തു ചെയ്യണമെന്നായിരുന്നു. നെജ്മ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടെ ആ പിതാവ് അത് നടത്തിക്കൊടുത്തു. തന്റെയൊക്കെ കാലത്ത് തനിക്ക് മദ്രസയിൽ പോയി പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂവെന്നും അന്നതെല്ലാവരും വലിയ കാര്യമായി പറഞ്ഞപ്പോ താനും അങ്ങനെ വിചാരിച്ചിരുന്നെന്നും, പക്ഷെ ജീവിച്ചപ്പോഴാണ് വിദ്യാഭ്യാസം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് താൻ മനസ്സിലാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. തന്റെ മകൾക്ക് ഇഷ്ടമുള്ള അത്രയും പഠിക്കാനും ജീവനുള്ള കാലത്തോളം വാപ്പ ഫീസ് അടയ്ക്കുമെന്നും അന്നാ മനുഷ്യൻ പറഞ്ഞിരുന്നു. തന്റെ മകൾ ഉയർന്ന നിലയിലെത്തണം എന്നായിരുന്നു ആ വാപ്പ ആഗ്രഹിച്ചത്. പക്ഷേ നെജ്മയുടെ ജീവിതം നെജ്മയെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ കൂടിനുള്ളിലാണ്. പഠിച്ചുന്നതിയിലെത്തണം, ജോലിക്ക് പോകണമെന്നൊക്കെ നെജ്മ ആഗ്രഹിച്ചിരുന്നു. ഒന്നും തന്നെ നടന്നില്ല. സൂര്യൻ നെജ്മയോട് പറഞ്ഞു, നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കണം. അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോ ചിലപ്പോ ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷേ അതിന് തയ്യാറാകണം. നെജ്മ പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകണം, ഇവിടെ നിന്നൊക്കെ മോചിതയാകണം എന്നാണ് ആഗ്രഹം. ഇതിനെപ്പറ്റി നീ നിന്റെ ഉമ്മയോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിവാഹശേഷം എന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയുമാണ് എന്റെ അതോറിറ്റി. അവരാണ് എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. നെജ്മയുടെ ഉള്ളിലെ പേടിയും മറ്റും സൂര്യയ്ക്ക് മനസ്സിലാകുമായിരുന്നു. നെജ്മയ്ക്ക് ധൈര്യം പകരാൻ സൂര്യ ശ്രമിച്ചു. ഈ പോരാട്ടത്തിൽ നീ ജയിച്ചാൽ നീ മാത്രമാവില്ല ജയിക്കുന്നത് എന്ന് സൂര്യ എടുത്തു പറഞ്ഞു. അപ്പോഴാണ് കരണ്ട് പോയത്. മെഴുകുതിരി കത്തിച്ച് ഇരുവരും ടേബിളിൽ വന്നിരുന്നു. നെജ്മ എപ്പോഴും മുഖം കൊടുക്കാതെ തിരിഞ്ഞാണിരിക്കുന്നത്. ഇപ്പോഴും മുഖം കാട്ടില്ലല്ലേ എന്ന മട്ടിൽ സൂര്യ ചോദിച്ചപ്പോ നെജ്മ ചെറുതായി പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നാലെ അവർ കുശലം പറയാൻ തുടങ്ങി. നിങ്ങളെന്ത് ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്ന് സൂര്യയോട് നെജ്മ ചോദിച്ചു. ആര് പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് എന്ന് സൂര്യ പറഞ്ഞതും പെട്ടെന്ന് നെജ്മയുടെ മുഖം മാറി. അവളിലൊരു സങ്കടം വന്നു. ഒരുപക്ഷെ നെജ്മ സൂര്യയുമായുള്ള ആ സംസാരത്തിൽ സൂര്യയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കണം. അത് മനസ്സിലാക്കിയെന്ന പോലെ സൂര്യ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കേട്ടതും നെജ്മയ്ക്ക് സന്തോഷം തോന്നാതിരുന്നില്ല. അൻവർ എങ്ങനെയുള്ള ആളായിരുന്നു, അൻവറിനെ എങ്ങനെയാ കണ്ടത് എന്നൊക്കെ സൂര്യ അപ്പോൾ ചോദിച്ചു. നെജ്മ പറഞ്ഞു, പെണ്ണ് കാണാൻ വന്നപ്പോ റിഫ്ലക്ഷനിലാണ് ആദ്യമായി ഞാൻ അൻവറെ കണ്ടത്. ഞങ്ങള് നല്ലൊരു ജോഡിയായിരിക്കും എന്നാ ഞാൻ ചിന്തിച്ചത്. സന്തോഷത്തോടെ കുറെ നാൾ ജീവിക്കാമെന്നും. പക്ഷെയൊക്കെ ഇല്ലാതായി. അതങ്ങനെ അൻവർ നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായത് എന്ന് സൂര്യ ചോദിച്ചു. നെജ്മ പറഞ്ഞു, ഒരു ദിവസം ഞാൻ വീട്ടു ജോലിയിലായിരിക്കെ അൻവർ എന്റെ അടുത്ത് വന്നിരുന്നു. കല്യാണത്തിന് ഒരാൾ ഗിഫ്റ്റ് തന്നിരുന്നു. ഊട്ടിയിൽ ടൂർ പോവാനുള്ള ഒരു പാക്കേജ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോ അൻവർ പറഞ്ഞു, നമുക്ക് ഈ ട്രിപ്പിന് പോകാം. അവിടെ നമ്മളെ ചോദ്യം ചെയ്യാനും നോക്കാനും ഒന്നും ആരുമുണ്ടാവില്ല. നിനക്ക് നീയായിട്ടും എനിക്ക് ഞാനായിട്ടും ഇരിക്കാം. പിന്നെ നീ ടീഷർട്ട് ഇടണം എന്നാഗ്രഹം പറഞ്ഞിരുന്നില്ലേ? പോകുമ്പോ ഒരു ടീഷർട്ട് എടുത്ത് നിന്റെ ബാഗിൽ വെച്ചോ. അവിടെ ചെല്ലുമ്പോ ഇടാം. അവിടെ അതൊന്നും നോക്കാനും നിന്നെ ജഡ്ജ് ചെയ്യാനും ചോദ്യം ചെയ്യാനും ആരുമുണ്ടാവില്ല. അതായിരുന്നു അൻവറുമായി ഞാൻ അവസാനമായി സംസാരിച്ചത്. എന്തു പറയാനാ, എല്ലാം അവസാനിച്ചു. അത് കേട്ടതും സൂര്യ പറഞ്ഞു, നെജ്മ നിങ്ങൾക്കാകെ 21 വയസ്സായിട്ടുള്ളൂ. അപ്പോഴെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞാലോ? നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഇവിടെ ഇങ്ങനെ തനിച്ചിരുന്ന് പഴയ കാര്യങ്ങൾ ആലോചിച്ച് സ്വയം കുറ്റപ്പെടുത്തിയിരിക്കുന്നതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല സൂര്യ. ശരിയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, എല്ലാരാലും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കാത്തിരിപ്പ് എത്രത്തോളം വേദനയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഒരു വേശ്യാലയത്തിലായിരുന്നു. രാത്രി വൈകിയാണ് അമ്മയുടെ കസ്റ്റമേഴ്സ് പോവുക. അതുവരെ പുറത്ത്
ഞാൻ കാത്തു നിൽക്കും. അമ്മ ഒരുപാട് ടയേർഡായിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അമ്മ അത് എന്റെ അടുക്കൽ കാണിക്കില്ല. എനിക്ക് കഥയൊക്കെ പറഞ്ഞു തന്ന് അതിനുശേഷം എന്നെ ഉറക്കും. എന്റെ അമ്മയും സാധാരണ അമ്മമാരെ പോലെ ജീവിക്കാനും നേരത്തെ ഉറങ്ങാനുമൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒന്നും നടന്നില്ല. അവർക്ക് ആ ജീവിതം ജീവിക്കേണ്ടി വന്നത് അവരുടെ മാത്രം കുറ്റം കൊണ്ടല്ല, അവരുടെ ചുറ്റിലുമുള്ളവർ കാരണമായിരുന്നു. ആദ്യം അത് മനസ്സിലാക്ക്. നിന്റെ ഈ അവസ്ഥയ്ക്ക് നീ കാരണമല്ല. പക്ഷെ എനിക്ക് കുറ്റബോധമുണ്ട്. അൻവരുടെ മരണശേഷം വീട്ടിലെല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു. മര്യാദക്ക് ഭക്ഷണം കഴിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ എന്നെ നോക്ക്, ഞാൻ സ്വാർത്ഥമായി എന്നെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവല്ലേ. അൻവർ മരണപ്പെട്ടു. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ പറ്റി നിനക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ഓരോരുത്തരും അവരവരുടെ രീതിയിലായിരിക്കും വിഷമിക്കുക. നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ തന്നെ സംശയിക്കരുത്. എനിക്കിങ്ങനെ അടച്ചുപൂട്ടിക്കിടന്ന് മടുത്തു. ഇനിയും 3 മാസം മുമ്പിലുണ്ട്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്, വീട്ടുകാരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്ക്. അതത്ര എളുപ്പമല്ല. എനിക്ക് മനസാക്ഷിയില്ല എന്നല്ലേ അവര് വിചാരിക്കുക. അത് കേട്ടതും പുച്ഛച്ചിരിയോടെ സൂര്യ പറഞ്ഞു, നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ജീവനോടിരിക്കില്ലല്ലോ. നജ്മ സൂര്യയെ നോക്കി. പിന്നാലെ അവിടെ കരണ്ട് വന്നു. പിന്നാലെ നജ്മ ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. ബിരിയാണിയായിരുന്നു ഉണ്ടാക്കാൻ പോയത്. സൂര്യയും അവിടെ വന്നിരുന്നു. ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നജ്മ ചോദിച്ചു. നിങ്ങളിപ്പോ ഉണ്ടാകാൻ പോകുന്ന ബിരിയാണിയാ ഞാനിപ്പോ പ്രണയിക്കുന്നത് എന്നായിരുന്നു സൂര്യയുടെ മറുപടി. കാര്യം പറയുന്ന മട്ടിൽ നജ്മ പറഞ്ഞതും സൂര്യ പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരമില്ല. പിന്നെ ഈ ചോദ്യത്തിന് ഞാനെന്ത് മറുപടി പറയാനാണ്? നിങ്ങൾ അൻവറിനെ പ്രണയിച്ചിരുന്നോ? സൂര്യയുടെ മറുചോദ്യം വന്നു. നജ്മ പറഞ്ഞു, എനിക്ക് മനസ്സിലായിടത്തോളം അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച അതിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. പിന്നാലെ സൂര്യ ചോദിച്ചു, ഈ ഒരു ദിവസം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? നജ്മ ഞെട്ടിത്തിരിഞ്ഞ് ഒരു നിമിഷം സൂര്യയെ നോക്കി. വല്ലാത്തൊരു നോട്ടം. പിന്നാലെ പിൻവലിഞ്ഞു മാറി. ശേഷം ചോദിച്ചു, എന്തിനാ ഇത് ചോദിക്കുന്നത്? പറയുന്നേ, ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണ്, കുറച്ചിഷ്ടമാണ്. അത് കേട്ടതും ചിരിയോടെ സൂര്യ പറഞ്ഞു, കുറച്ചാണെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീ എന്നെ ഇഷ്ടമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആദ്യമായിട്ടാ ഞാനൊരു പെൺകുട്ടിയോട് ഇത്രയധികം സംസാരിക്കുന്നത് പോലും, അതും ബിരിയാണി വരേക്കൊക്കെ. ഇതാ ഫസ്റ്റ് ടൈം. ഓ, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തും പറയൂലേ. അത് കേട്ടതും സൂര്യക്ക് അത്യാവശ്യം നല്ല ദേഷ്യം വന്നു. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റമാണോ? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ അതിനെന്താ അർത്ഥം? ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്. ഓ, സംസാരിക്കാനേ ഇഷ്ടമുള്ളോ? ഞാൻ കരുതി എന്നെയാണ് ഇഷ്ടമെന്ന്. അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതെന്താ വാക്കുകൾ വെച്ച് കളിക്കുവാണോ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തുറന്നു പറയണം. എന്തിനാ ഇങ്ങനെ കൺഫ്യൂസ് ആക്കുന്നേ? നജ്മ ദേഷ്യപ്പെട്ടു. ഒന്നും രണ്ടും പറഞ്ഞ് അവർക്കിടയിൽ അത് വാക്കുതർക്കത്തിലേക്ക് കടന്നു. ഒരു കാര്യം പറഞ്ഞ അതിന് 100 വശം ആലോചിച്ച് കൺഫ്യൂസ്ഡായി ചിന്തിച്ച് സ്വയം കുഴങ്ങിയിരിക്കുന്നത് നിങ്ങളാണ്. ഊഹങ്ങളും മറ്റും വെച്ച് റോങ് ഡിസിഷൻസും എടുക്കും. രാവിലെ തൊട്ട് നിങ്ങളുടെ കൂടെ ഇവിടെ സംസാരിച്ചിരുന്നില്ലേ? എനിക്കിത് തന്നെ വേണം. അതും പറഞ്ഞ ദേഷ്യത്തിൽ സൂര്യ പിന്നിലേക്ക് നടന്നു. നജ്മയ്ക്ക് വല്ലാതെ വിഷമമായി. അവൾ കരഞ്ഞുപോയി. പോവാനിറങ്ങിയ സൂര്യയ്ക്ക് പിന്നാലെ നജ്മ ഓടിച്ചെന്നു. തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, 1.5 മാസം മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചത്. എന്നിട്ടിപ്പോ ആരെന്നറിയാത്തൊരു അപരിചിതന് വേണ്ടി ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ തലവിധിയാ ഇത്. ഇതിലിപ്പോ എന്താ തെറ്റുള്ളത്? സൂര്യ ചോദിച്ചു. ഇവിടെ നടക്കുന്നതൊക്കെ തെറ്റാ നജ്മ. നീ തന്നെയാണ് സ്വയം ആലോചിച്ച് ഓരോന്ന് ചിന്തിച്ച് നിന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ അതെന്നെയും മുറിവേൽപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഓഹോ, അങ്ങനാണോ? എങ്കിൽ ഞാൻ ഇപ്പോ തന്നെ പോയേക്കാം. ഞാൻ പോയാ ഒക്കെ ശരിയാകും, എല്ലാം പഴയ പോലാകും. ഞാൻ പോയാ നീ സമാധാനത്തിലാവില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോഴേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ലെന്ന്, സമാധാനം ഉണ്ടാവില്ലെന്ന് അവൾ തലകുലുക്കി. അതോടെ സൂര്യ പറഞ്ഞു, ആരെ പേടിച്ച നജ്മ ഇങ്ങനെ ജീവിക്കുന്നേ? ഇത്രനാളും നീ ഇഷ്ടപ്പെട്ട നിന്റെ ജീവിതം പോലുമല്ല നീ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. അത് കഴിയുമ്പോ ഞാൻ ഇവിടുന്ന് പോകും. നീയോ, നീ ധരിച്ചിരിക്കുന്ന ഈ മൂടുപടമില്ലേ, അതിൽ നീ നിന്റെ മുഖം ഒളിപ്പിച്ചിരിക്കുന്ന പോലെ ജീവിതകാലം മുഴുവൻ നീ നിന്നെ തന്നെ ഒളിപ്പിച്ചു വെക്കും. നിറ കണ്ണുകളോടെ വേദനയോടെ നജ്മ പറഞ്ഞു. അതാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. ഇവിടെ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ലെങ്കിലും ഇത്ര നേരം നിങ്ങൾ എന്റെ കൂടെ നിന്നു. ഈ സമയം കൊണ്ട് എന്റെ വേദനകൾ കുറച്ചെങ്കിലും ഞാൻ മറന്നു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം അവസാനിക്കും. ഇപ്പൊ ഞാൻ എന്ത് വേണം? സൂര്യ ചോദിച്ചു. പുലർച്ചെയായിട്ട് പോകൂ. അതുവരെ എന്നോടൊപ്പം ഇവിടെ നിൽക്കൂ. നജ്മ സൂര്യയോട് അപേക്ഷിച്ചു. അത്ര നേരമെങ്കിലും ഒറ്റപ്പെടാതിരിക്കുവാൻ വേണ്ടി. സൂര്യ അവിടെ തുടർന്നു. നജ്മ ബിരിയാണി ഉണ്ടാക്കി. ഇരുവരും ഒന്നിച്ച് അത് കഴിച്ചു. ഇത്തവണ നജ്മ തിരിഞ്ഞിരിക്കാൻ പോയപ്പോൾ നജ്മയ്ക്ക് പകരം നജ്മയുടെ മുഖം കാണാതിരിക്കാൻ സൂര്യ തിരിഞ്ഞിരുന്നു. അവർക്കിടയിൽ സൗഹൃദവും പ്രണയവും വളരുകയായിരുന്നു. നജ്മ വീട് മൊത്തം സൂര്യയെ ചുറ്റിക്കാണിച്ചു. കുറച്ച് മണിക്കൂറുകൾ കൂടി അവരൊന്നിച്ച് സംസാരിച്ചും കുശലം പറഞ്ഞും മറ്റും ചെലവഴിച്ചു. ഒടുവിൽ സൂര്യയ്ക്ക് പോവേണ്ട സമയമായി. പോവാനിറങ്ങുന്നതിനു മുമ്പ് അവനൊന്ന് തിരിഞ്ഞു നിന്നു. നജ്മയുടെ മുഖം കാണണം എന്നവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ
വിശ്വാസത്തെ ഹനിക്കുവാൻ, മുഖം കാണിക്കുവാൻ ചോദിക്കുവാൻ അവന് തോന്നിയില്ല. തന്റെ ജീവൻ രക്ഷിച്ചതിന് അവൻ നെജുമയോട് നന്ദി പറഞ്ഞു. തനിക്ക് കമ്പനി തന്നതിന് നെജുമ അവനും നന്ദി പറഞ്ഞു. പിന്നാലെ സൂര്യ വീട് വിട്ടിറങ്ങാൻ വേണ്ടി മുമ്പോട്ടേക്ക് നടന്നു. നെജുമ ഒരു നിമിഷം അവനെ വിളിച്ചു. ശേഷം തന്റെ മുഖം മറച്ചിരുന്ന തുണി മാറ്റി തന്റെ മുഖം അവനെ കാണിച്ചു. പുഞ്ചിരിക്കുന്ന നെജുമയുടെ മുഖം സൂര്യ കണ്ടു. സൂര്യ ബൈ പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. നെജുമ വീണ്ടും ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. ആ ദൃശ്യത്തിൽ ബുർക്ക എന്ന ചലച്ചിത്രം അവസാനിക്കുന്നു. ചലച്ചിത്രത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ആചാരങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും കമന്റ് ബോക്സിൽ പറയുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.